കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ കൊല്ലം സെയിലേഴ്സിന് ജയം. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 1 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. എം നിഖിൽ കുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സര ഫലം വന്നിരിക്കുന്നു. കൊല്ലം സെയിലേഴ്സിന് ജയം വരുന്നു. ഇനി അടുത്ത മത്സരം 7:30-ക്കാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റു വിവരങ്ങൾ? രോഹിണി, അതായത് അത്യന്തം ആവേശം നിറഞ്ഞു നിന്നൊരു മത്സരം. ആദ്യ മത്സരത്തിൽ തന്നെ അത്യന്തം അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്നൊരു മത്സരം എന്ന് പറയാൻ സാധിക്കും. അത്രത്തോളം ആവേശം നിറഞ്ഞു നിന്ന മത്സരം അവസാന പന്തിലാണ്. അതായത് 1 വിക്കറ്റിന് കൊല്ലം ജയിച്ചെങ്കിലും അത് അവസാന പന്ത് വരെ, അതായത് അവസാനത്തെ 2 ബോളിൽ ഒരു 6 കൂടി വേണം എന്നിരിക്കെ ആ 6 അടിച്ചുകൊണ്ട് വിജയം സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും. അത് ആവേശം നിറഞ്ഞൊരു മത്സരമായിരുന്നു ഇത്. ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് അതിൽ 138 റൺസിന് പുറത്താവുന്നൊരു കാഴ്ചയാണ് ഉണ്ടായത്. അതായത് 138 റൺസിന് എല്ലാവരും പുറത്താവുന്നൊരു കാഴ്ച. 138 എന്നൊരു സ്കോറിലേക്ക് അവർ എത്തിയത് രോഹൻ കുന്നുമൽ എന്ന നായകൻ്റെ ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനമായിരുന്നു. ആ ഒരു പ്രകടനത്തോടെയാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഇത്തരത്തിലൊരു 138 എന്ന സ്കോറിലേക്ക്, ഭേദപ്പെട്ട ഒരു സ്കോറിലേക്കെങ്കിലും എത്തിയത്. കൊല്ലത്തിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഷറഫുദ്ദീൻ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ സീസണിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് സ്വന്തമാക്കിയ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയ താരമാണ് ഷറഫുദ്ദീൻ. ഷറഫ് ഈ സീസണ് മുന്നോട്ട് നമ്മളൊക്കെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. അത് കൃത്യം കളത്തിൽ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഷറഫ് 4 വിക്കറ്റ് സ്വന്തമാക്കുന്ന ഒരു കാഴ്ച, അതാണ് അക്ഷരാർത്ഥത്തിൽ കാലിക്കറ്റിനെ വരിഞ്ഞു മുറുക്കുന്നതിൽ ഏറ്റവും നിർണായകമായത്. ആ 4 വിക്കറ്റ് തന്നെയായിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കൊല്ലത്തിനാവട്ടെ തുടക്കത്തിൽ തന്നെ ചെറിയൊരു താളം തെറ്റുന്ന കാഴ്ച. റൺസ് ഒന്നും എടുക്കുന്നതിന് മുൻപ് തന്നെ സൂപ്പർ താരം വിഷ്ണു വിനോദിൻ്റെ വിക്കറ്റ് തുടക്കത്തിൽ തന്നെ നഷ്ടമാകുന്ന കാഴ്ച. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് അവർ കളത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച. സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിൽ ഒപ്പം വത്സൽ ഗോവിന്ദിൻ്റെ നേതൃത്വത്തിലൊക്കെ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന കാഴ്ച. വത്സൽ ഗോവിന്ദ് 41 റൺസാണ് എടുത്തത്. ഇവരുടെ നേതൃത്വം സച്ചിൻ ബേബിയുടെയും വത്സൽ ഗോവിന്ദ് നേതൃത്വത്തിലൊരു രക്ഷാപ്രവർത്തനം നടത്തി. അത് അവസാനം വരെ നീണ്ടു നിന്നു എന്നുള്ളതാണ്. കൃത്യമായ ഇടവേളകളിൽ കാലിക്കറ്റിൻ്റെ ബോളർമാർ കൊല്ലത്തിൻ്റെ വിക്കറ്റുകൾ എടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാന പന്ത് വരെ എന്തായാലും ആവേശം നിറഞ്ഞു നിന്നു. ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും കാലിക്കറ്റിൻ്റെ കയ്യിലെത്തിയ മത്സരമാണ് ഏറ്റവും അവസാനം ഫലം വന്നപ്പോൾ കൊല്ലം വിജയിച്ചിരിക്കുന്നത്. എന്തായാലും രോഹിണി.